കോഴിക്കോട് മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വിഷുദിനത്തിൽ പട്ടിണി സമരത്തിൽ. മിനിമം വേതനം നടപ്പിലാക്കാനും ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് 52 ദിവസമായി നഴ്സുമാർ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിവരികയാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പാകെ നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പും പാലിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാത്തതാണ് നഴ്സുമാരെ നിരാഹാര സമരത്തിലേക്ക് നയിച്ചത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു. 3 ലക്ഷത്തിൽ പരം രൂപ കെട്ടിവെച്ച് ജോലിക്ക് ചേരുമ്പോൾ പല പ്രതീക്ഷകളും ഇവർക്കുണ്ടായിരുന്നു. മാന്യമായി ജോലി ചെയ്യാനും രോഗികളെ പരിചരിക്കാനും തയ്യാറായി എത്തിയവർ. 8 വർഷത്തോളം പഴക്കമുള്ള ആശുപത്രിയുടെ തുടക്കം മുതലേ ഉള്ളവർ. എന്നാൽ 3000-ഓളം രൂപയാണ് പലരുടെയും ശമ്പളം. അതുപോലും കൃത്യമായി നൽകില്ല. പലതവണ കൈനീട്ടണം. ഏതൊരു നഴ്സുമാരെ പോലെയും വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വരാൻ യൂണിഫോം അലവൻസും തൊഴിൽ പരിരക്ഷയായി ESIയും PFും ഒക്കെ പേരിനുണ്ട്. എന്നാൽ ഇതൊന്നും ചോദിക്കരുതെന്നാണ് മാനേജ്മെന്റിന്റെ പക്ഷം. മുമ്പ് നടന്ന സമരത്തെ തുടർന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് മുമ്പാകെ ആശുപത്രി മാനേജ്മെന്റ് പല ഉറപ്പുകളും നൽകി. എന്നാൽ അതൊക്കെ വെറും വാഗ്ദാനങ്ങളായി. ഇതാണ് നിരാഹാര സമരത്തിലേക്ക് ഇവരെ എത്തിച്ചത്. നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അത് കിട്ടാത്തോടത്തോളം കാലം, അത് അംഗീകരിച്ച് തരാത്തവരത്തോളം കാലം ഞങ്ങൾക്കൊരാഘോഷങ്ങളും വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് ഇവിടെ. അതേസമയം പ്രദേശത്തെ മുൻനിര തൊഴിലാളി സംഘടനകളായ CITU, BMS, INTUC എന്നിവർ ജീവിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ സമരത്തിനെതിരാണ്. മാനേജ്മെന്റിലെ മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇവരെല്ലാം നിലകൊള്ളുന്നതെന്നാണ് ജീവനക്കാരുടെ പക്ഷം. ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നേതാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഹോസ്പിറ്റലിനുള്ളിൽ. പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലാകമാനമുള്ള ആശുപത്രികളിലെ നഴ്സുമാരെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. കേരളം കാണാത്ത രീതിയിലുള്ള വലിയൊരു നഴ്സുമാരുടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഏത് രീതിയിലും സമരരീതി മാറ്റിക്കൊണ്ട് ഈ സമരം വിജയത്തിലേക്ക് എത്തിക്കാനാണ് സംഘടനാ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.